ഇത് മാസ് മോട്ടോഴ്സ് നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി BS6 മോഡൽ വണ്ടിയാണ്. അതിന് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് മൈലേജ് ഷോർട്ടിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട്, മൈലേജ് കുറവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ പെട്രോളിൻ്റെ ഈ ഒരു അടപ്പ് ടൈറ്റ് നമുക്ക് അഴിക്കുന്ന സമയത്ത് ടൈറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വണ്ടി നിർത്തിയിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ജെർക്കിങ് പോലെ ഫീൽ ചെയ്യും, അത് ക്ലച്ചുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കംപ്ലയിൻസിൻ്റെ ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് അതേപോലെ തന്നെ ഫ്രണ്ട് കീ സെറ്റിൻ്റെ ഈ വന്ന ഭാഗത്ത് ചെറിയൊരു പൊസിഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ വന്ന ഈ ഒരു ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണത്. ഫ്രണ്ടിലത്തെ മറ്റേ കവറുകൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്, അതുമേയാണ് ഹാങ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ആ ഐറ്റത്തിൻ്റെ പൊസിഷനിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കവറുകളും ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് അതിൻ്റെ പ്രോബ്ലം കേട്ടോ. അത് നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് 226 രൂപയാണ് ഈ വന്ന ഈ ഒരു പീസിന്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അവിടുത്തെ ഫിറ്റിങ്സിൻ്റെ ഭാഗം കറക്റ്റ് ആയിക്കോളും. അപ്പോൾ അതൊന്നും ആ രീതിയിൽ ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ പറഞ്ഞാൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാങ്ക് അടപ്പിൻ്റെ അതായത് ടാങ്കിൻ്റെ ക്യാപ്പ് നല്ല ടൈറ്റ് ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം നോർമലി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന കണ്ടീഷനിലുള്ള ടൈറ്റ് കാണുന്നില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ പ്രസ്സിങ് ടൈപ്പ് നല്ല പവറിൽ എയർ ടൈറ്റ് ആവേണ്ട ഒരു ക്യാപ്പാണത്. എയർ ടൈറ്റോട് കൂടിയിട്ട് നിൽക്കേണ്ട ഒരു ക്യാപ്പാണ്. അതിൻ്റെ ഒരു ടൈറ്റ് നിലവിൽ അതിന് കാണുന്നുണ്ട്. അത് നിലവിൽ ഇത് മാത്രമല്ല, ഈ വണ്ടിക്കല്ല, BS6 മോഡൽ വണ്ടികളെല്ലാം തന്നെ അതുണ്ട്. കംപ്ലയിൻ്റ് അല്ലത്, അത് ആ മോഡലാണ്. എയർ ടൈറ്റാണ് അത് വേണ്ടത്. കാരണം ഇവിടെ പർച്ച് വാൽവും കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സെപ്പറേറ്റ് ടാങ്കിലേക്കുള്ള എയർ ഇവിടെ നിന്ന് സപ്ലൈ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എയർ ടൈറ്റിലാണ് അത് ടൈറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ബലമാണ് അത് നമുക്ക് കാണുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഇടയ്ക്ക് എപ്പോഴും അഴിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ 2 സ്ക്രൂ, ഈ സൈഡിൽ സ്ക്രൂ ഒന്നുമില്ല. ഇവിടെ ഈ സ്ക്രൂവും കാണുന്നില്ല. അപ്പോൾ അത് 2 സ്ക്രൂ നമ്മൾ സെറ്റ് ചെയ്തേക്കാം. പിന്നെ ക്ലച്ച് ജർക്കിങ്ങിൻ്റെ കേസ് പറഞ്ഞല്ലോ, വണ്ടി നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിത് ഈ ക്ലച്ചിൻ്റെ ഈ വെയിറ്റ് സെറ്റ് ക്ലച്ച് യൂണിറ്റ് ക്ലച്ച് ഔട്ടറിൽ പിടിക്കാതെ വരുമ്പോഴത്തേക്കും വന്നൊരു ജർക്കിങ് ആണ്. അത് ജസ്റ്റ് ഒന്ന് അഴിച്ച് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തേക്കാം. പിന്നെ മെയിനായിട്ടുള്ളത് മൈലേജിൻ്റെ കേസാണ് പറഞ്ഞാൽ. നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമായാലും ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തു. അതുമ്പോൾ പുതിയ ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. നമുക്ക് മൈലേജ് കുറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നിലവിലിത് BS6 മോഡലായതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് വേറെ മൈലേജ് ട്യൂണിങ്ങോ കാര്യങ്ങളൊന്നും നടക്കില്ല. നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ ചെക്ക് ചെയ്യാനാണ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇഞ്ചക്ടറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണുന്നത്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മൈലേജ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കേസ്. നമുക്കതിനകത്ത് ഈ മീറ്റർ മാത്രം നമ്മൾ ശ്രദ്ധിക്കരുത്. ഈ മീറ്ററിൻ്റെ ഈ സൂചി മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ഫ്യൂൽ ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ വേരിയേഷൻസ് വരും. ചില ഇതിൽ അതിൻ്റെ റീഡിങ്ങിൽ വേരിയേഷൻ വരുമ്പോൾ മീറ്ററിനകത്തും അത് കുറച്ച് കാണിക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കൃത്യമായിട്ട് മൈലേജ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. മൈലേജ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കാറുകളിൽ ചെക്ക് ചെയ്യണ പോലെ തന്നെ ഈ മോഡൽ ചെക്ക് ചെയ്യണം. കാരണം വെച്ചാൽ നെക്ക് വരെ, അതായത് ടാങ്ക് തുറന്നതിന് ശേഷം നെക്ക് വരെ ഫുള്ള് പെട്രോൾ അടിക്കാം. ഫുൾ പെട്രോൾ അടിച്ചതിന് ശേഷം അത് ഗ്യാപ്പ് അത് കറക്റ്റ് നമ്മൾ പിന്നീട് അടിക്കുമ്പോഴും അതേപോലെ അടിക്കാവുന്ന കണ്ടീഷനിൽ അത് മാക്സിമം നെക്ക് വരെ അടിച്ച് നിർത്തണം. അതിനുശേഷം വേണം നമ്മൾ അതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങൾ നോക്കിയെടുക്കാം, എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടെന്നുള്ളത് ടോട്ടൽ ചെയ്ത് നോക്കാം. അതേപോലെ വണ്ടി ഉപയോഗിക്കുക ഒരു 10, 50 അല്ലെങ്കിൽ 60, 70 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ കഴിഞ്ഞാൽ വീണ്ടും പെട്രോൾ അതേപോലെ തന്നെ എത്രയാണോ അടിച്ചിരുന്നത് ആ ലെവലിൽ തന്നെ അടിക്കാം. അപ്പോൾ ആ കിലോമീറ്റർ നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാൻ പറ്റും കൃത്യമായിട്ട് എത്ര മൈലേജ് ഉണ്ടെന്നുള്ള കേസ്. ഇത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വേറെ യാതൊരു കംപ്ലയിൻറ്റും കാണുന്നില്ല. മൈലേജ് കുറയാനായിട്ടുള്ളൊരു റീസണൊന്നുമില്ല. അതിനോട് ഭാഗികമായിട്ട് തന്നെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ടയറിൻ്റെ എയർ പ്രഷർ, അതിനോടനുബന്ധിച്ച് വേണ്ട കാര്യങ്ങൾ, ബെൽറ്റിൻ്റെ കണ്ടീഷൻ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ വേറെ പ്രോബ്ലംസൊന്നുമില്ല. എയറിൻ്റെ കേസൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിടാം. മൈലേജ് കുറയാൻ കുറച്ച് കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ ഈ വീഡിയോ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യാം. മൈലേജ് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള വേറെ പ്രോബ്ലം വെച്ചാൽ നമുക്ക് 30,000 കിലോമീറ്റർ ഡീകാർബണൈസിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹെഡിനകത്ത് അഴിച്ച് കരി കുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 46,000 ആയിട്ടുണ്ട്. ഹെഡ് അഴിച്ച് അതിൻ്റെ വാൽവിനകത്ത് തന്നെ കരിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം. അതിൻ്റെ റിങ്സിൻ്റെ കപ്പാസിറ്റി, അതായത് വൈപ്പിംഗ് പവറൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം. അത് ശരിക്കും 30,000 കിലോമീറ്ററിലൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇതൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തീരെ കുറവായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മൈലേജ് ഷോർട്ടാണെന്നുണ്ടെങ്കിൽ അത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണം കേട്ടോ. അല്ലാതെ നമുക്ക് പുറമേ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് വണ്ടിക്ക് മൈലേജിൻ്റെ പെട്രോൾ ചിലവ് വരാം. അത് ഓൾറെഡി പ്രോഗ്രാം ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബാക്കിയത്തെ കാര്യങ്ങൾ നോക്കാം. വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് മൈലേജ് ചെക്ക് ചെയ്യുക. 1-2 പ്രാവശ്യം ചെക്ക് ചെയ്യുക. വീണ്ടും കുറവാണെങ്കിൽ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് ഡീകാർബണൈസിങ് ആയിട്ട് ചെയ്യാം. അതാണ് നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ നിലവിൽ അതേപോലെ തന്നെ നമുക്ക് ഈ സെൽഫ് സ്വിച്ചിൻ്റെ കേസ് ഒരു ലൂസ് കോൺടാക്ട് കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വന്ന സ്വിച്ച്. അപ്പോൾ അതും നമ്മൾ കൂട്ടത്തിൽ ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അതിന് നമുക്ക് 130 രൂപയാണ് അതിൻ്റെ റേറ്റ് വന്നത് കേട്ടോ.
അപ്പോൾ നിലവിൽ നമ്മൾ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. മൈലേജിൻ്റെ ടെസ്റ്റ് ഈ പറഞ്ഞ രീതിയിൽ ചെക്ക് ചെയ്യുക, 1-2 പ്രാവശ്യം ചെക്ക് ചെയ്യുക. തീരെ കുറവാണെങ്കിൽ ഡീകാർബണൈസിംഗ് ആയിട്ട് ചെയ്താൽ തന്നെയാണ് മൈലേജ് കയറി വരുള്ളൂ. ഓക്കെ.